കേരളത്തിൽ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ചൊല്ല്. ഇന്നീ കേൾക്കുന്ന പോക്സോ കേസിൽ പകുതിയിലേറെയും വ്യാജമാണെന്ന് പറയാതെ വയ്യ. കുടുംബ വൈരാഗ്യത്തിന്റെ പേരിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലും പലരെയും കൊടുക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണ് പോക്സോ കേസ്. മകളെ പിതാവ് പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ഭർത്താവിനെതിരെ പരാതി നൽകുന്ന ഭാര്യമാരെയും സ്വന്തം തെറ്റുകുറ്റങ്ങൾ ചോദ്യം ചെയ്തതിൽ പിതാവിനെ കുടുക്കിയ മകളെയും കേരളം കണ്ടതാണ്. വ്യാജ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ചവരുടെ മാനസികാവസ്ഥ നമ്മൾ അറിയുന്നുണ്ടോ? പറഞ്ഞു വരുന്നത് കൊയിലാണ്ടി കോടതി വെറുതെ വിട്ട പോക്സോ കേസിലെ പ്രതിയെന്ന് ആരോപിച്ച കുടുംബനാഥനെ കുറിച്ചാണ്. അയൽ വീട്ടിലെ 10 വയസ്സുകാരിയെ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന വ്യാജ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബാലുശ്ശേരി പൂഞ്ഞോത്ത് സ്വദേശി മുഹമ്മദിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു, ജാമ്യം ലഭിച്ചു. എന്നാൽ സ്വന്തം വീട്ടിലേക്ക് പോകാനാകാത്ത സങ്കടത്തിൽ കോടതി വളപ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം. 4 വർഷമായി താൻ അനുഭവിച്ച മാനസിക സാമൂഹിക പീഡനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം തളർത്തിയിരുന്നു. 2022 മാർച്ച് 31-നാണ് ബാലുശ്ശേരി പോലീസ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നത്. അയൽപ്പക്കത്തെ 10 വയസ്സുകാരിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ്. വിചാരണയിൽ ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വിചാരണ വേളയിൽ പെൺകുട്ടിയുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് കോടതി തിരിച്ചറിഞ്ഞു. മുത്തശ്ശി എഴുതി കൊടുത്ത പരാതിയിൽ താൻ ഒപ്പിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. വൈദ്യപരിശോധന വിധേയമാക്കിയെങ്കിലും പെൺകുട്ടിയുടെ ലൈംഗിക പീഡനം നടന്നതായി തെളിയിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. സംഭവം നടക്കുമ്പോൾ പെൺകുട്ടി ധരിച്ച വസ്ത്രങ്ങളിൽ നിന്ന് പുരുഷ ബീജം കണ്ടെത്താനായില്ലെന്ന് ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടും കേസിൽ നിർണായകമായി. ശാസ്ത്രീയ വൈദ്യ പരിശോധന ഫലങ്ങൾ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ വൈരുദ്ധ്യം നിറഞ്ഞ മൊഴിയുമാണ് കോടതി ഇദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയത്. 82 ദിവസം ജയിലിൽ കിടന്നു. പിന്നീട് ജാമ്യം കിട്ടിയെങ്കിലും വീട്ടിലേക്കോ സ്വന്തം നാട്ടിലേക്കോ പോകാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ 4.5 വർഷം മുഹമ്മദ് വിവിധ സ്ഥലങ്ങളിൽ കഴിച്ചുകൂട്ടി. പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു പോലീസുകാരിയാണ് തന്നെ വ്യാജ കേസിൽ കുടുക്കിയതെന്ന് മുഹമ്മദ് ആരോപിച്ചു. കോടതി വിധി വന്നതോടെ കൊയിലാണ്ടിയിലുള്ള അഭിഭാഷകന്റെ ഓഫീസിലെത്തി കൊച്ചുകുട്ടിയെ പോലെ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു മുഹമ്മദ്. പോക്സോ കേസിൽ വ്യാജ പരാതിയിൽ തുടർന്ന് ശിക്ഷിക്കപ്പെടുന്ന അനേകരിൽ ഒരാളായി മുഹമ്മദ്.